ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി 2026 ഇൻടേക്ക് ഇങ്ങടുത്തു. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഓസ്ട്രേലിയക്ക് വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു. ഇവർക്ക് വേണ്ടി ഒരു ഗൈഡ് ലൈൻസും ഒരു പ്രീ ഓറിയൻറ്റേഷൻ സെമിനാർ അല്ലെങ്കിൽ പ്രീ ഡിപ്പാർച്ചർ സെമിനാർ നമ്മൾ നടത്തുന്നു. ഹോല വേൾഡിൻ്റെ ആഭിമുഖ്യത്തിൽ എൻ്റെ ഓസ്ട്രേലിയ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിക്ക് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് ഓൺലൈനായിട്ട് നടത്തുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരിക്കും. എന്നാൽ എല്ലാം കവർ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പ്രീ ഡിപ്പാർച്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസി വഴിയൊക്കെ കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായും ഇതിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. ഇനി ബാക്കി പ്രീ ഡിപ്പാർച്ചർ അറ്റൻഡ് ചെയ്തവർ കൂടി ഇത് അറ്റൻഡ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ ഏജൻസി പറഞ്ഞു തരാൻ കഴിയാത്ത കുറേ ഇൻഫർമേഷൻ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തരാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രം: എൻ്റെ ഓസ്ട്രേലിയ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിലേക്കുള്ള മെമ്പർഷിപ്പ് കിട്ടാനുള്ള എൻക്വയറി ഫോം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വെബിനാറിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്പർ 1, ഇൻ്റർനാഷണൽ റോമിംഗ്. നിങ്ങളുടെ ഫോണിന് ഇൻ്റർനാഷണൽ റോമിംഗ് ഇവിടുന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം ഓസ്ട്രേലിയക്ക് വരാൻ. സോ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. നമ്പർ 2, സിം ആക്ടിവേഷൻ. ഓസ്ട്രേലിയയിലെ ഏറ്റവും നല്ല സിംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അമേസിം വൺ സച്ച് ഗുഡ് സിമ്മാണ്. അപ്പോൾ ആ സിമ്മ് നമ്മൾ ഇവിടെ എൻ്റെ ഓസ്ട്രേലിയയിലെ വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എൻ്റെ ഓസ്ട്രേലിയ കമ്മ്യൂണിറ്റി ചേർന്നതിന് ശേഷം നമുക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞങ്ങൾ സിമ്മ് ഫ്രീ ആയിട്ട് എത്തിച്ച് നൽകുന്നതായിരിക്കും. നമ്പർ 3, ട്രാവൽ കാർഡ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കും. ഓരോ സ്റ്റേറ്റിലും കാർഡ്സ് ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാവൽ കാർഡായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും, ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ്. അപ്പോൾ ഒരാഴ്ചയാണ് സാധാരണ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എടുക്കുന്ന സമയം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനല്ല, അക്കൗണ്ടിൻ്റെ കാർഡ് റിസീവ് ചെയ്യാൻ എടുക്കുന്ന സമയം. ആ ഒരു 1 വീക്ക് പീരീഡിലേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഫോറെക്സ് കാർഡ്, ട്രാവൽ കാർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങൾക്കും അത് ഉപകാരപ്രദമായിരിക്കും. നമ്പർ 4, നിങ്ങൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത്. നിങ്ങൾക്കൊരു ഡെഡ് ലൈനിനപ്പുറം നിങ്ങൾ യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻടേക്ക് ഡിഫറായി പോവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. നമ്പർ 5, ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ്. ബാങ്ക് അക്കൗണ്ട് ഏറ്റവും ബെസ്റ്റ് ഓസ്ട്രേലിയയിലെ ബാങ്ക് എൻ്റെ അറിവിൽ കോംബാങ്കാണ്, കോമൺവെൽത്ത് ബാങ്ക്. സ്റ്റുഡൻസിന് $0 അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടാണ്. ആൻഡ് ബെസ്റ്റ് ടെക്നോളജി വൈസ് ഏറ്റവും ബെസ്റ്റാണ് കോംബാങ്ക്. അപ്പോൾ ഇത് മേടിക്കാവുന്നതാണ്. ഇതിന് ഫ്രീ ആയിട്ട് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക്, അതിൻ്റെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ കോംബാങ്കിൻ്റെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിനെ പറ്റിയും നമ്മൾ കവർ ചെയ്യുക. അതിൻ്റെ ഡൗട്ട്സൊക്കെ നമുക്ക് ആ ഒരു പ്രീ ഡിപ്പാർച്ചർ വെബിനാറിൽ കവർ ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് TFN, ടാക്സ് ഫയൽ നമ്പർ ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പറയും. ടാക്സ് ഫയൽ നമ്പർ, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇതെല്ലാം ആ ചാറ്റിൽ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളത് കോപ്പി ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചു പോവുകയും ചെയ്യാം. അടുത്തതായിട്ട് ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ. നിങ്ങൾക്ക് അറിയാമോ, ഓസ്ട്രേലിയയിൽ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചെറിയ കോൺട്രാക്റ്റ് ജോബ്സ് ചെയ്യുന്നതിനൊക്കെ ABN വഴി പേയ്മെൻറ്റ് ചെയ്യുന്ന എംപ്ലോയേഴ്സ് കാണും. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾക്ക് ഈ ABN നമ്പർ കൊടുക്കുന്ന വഴി നിങ്ങളുടെ ജോലി കിട്ടുക എളുപ്പമായി മാറും. അടുത്തതായിട്ട് സെൻസസ് ഡേറ്റ് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ സെൻസസ് ഡേറ്റ് എന്താണെന്ന്, ആ ഡേറ്റിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ആ ഡേറ്റിന് മുന്നായിട്ട് നിങ്ങൾക്ക് സെയിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പ്രോഗ്രാം സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് 6 മന്ത്സിന് ശേഷം കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് PR സാധ്യതയില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു ജോലി കണ്ടെത്താനുള്ള ശേഷിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ PR കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള നഴ്സിങ്ങോ സോഷ്യൽ വർക്കോ തുടങ്ങിയ പ്രോഗ്രാംസിലേക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റിയും നമുക്ക് കവർ ചെയ്യാം പ്രീ ഡിപ്പാർച്ചറിൽ. അപ്പോൾ ഇതാണ് അടുത്ത പോയിൻ്റ്. ഇനി അടുത്തത് റെസ്യൂമെ പ്രിൻ്റ് ചെയ്യുക. ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ റെസ്യൂമെ നന്നായിരിക്കണം. സിംഗിൾ പേജ് റെസ്യൂമെ, ഇതിനെപ്പറ്റിയും ചെറുതായി നമ്മൾ ഈ പ്രീ ഡിപ്പാർച്ചറിൽ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ആൻഡ് പ്രീ ഡിപ്പാർച്ചറിൽ നമ്മൾ കരിയർ ആക്സിലേറ്റർ പ്രോഗ്രാമിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനകത്തെ കരിയർ ആക്സിലേറ്റർ പ്രോഗ്രാം ടീം നിങ്ങൾക്ക് നല്ല റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞു തരും. എങ്ങനെ നല്ല ജോലിയിലേക്ക് ലാൻഡ് ചെയ്യാം, പാർട്ട് ടൈം ജോലിയിലേക്ക് ലാൻഡ് ചെയ്യാം എന്നുള്ളതും ഈ സെഷനിൽ നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ആൻഡ് ദിസ് വിൽ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ കേട്ടോ, ഈ കരിയർ ആക്സിലേറ്റർ പ്രോഗ്രാം. ജോബ് ഹണ്ടിങ് സ്ട്രാറ്റജിയും ഇവിടെ കവർ ചെയ്യും. 80% ഓഫ് ടൈം യു നീഡ് ടു അപ്ലൈ
നിങ്ങൾക്ക് ജോലി ഏറ്റവും കിട്ടാൻ സാധ്യതയുള്ള മേഖലകളിൽ അപ്ലൈ ചെയ്യുക, 20% നിങ്ങൾ ഡ്രീം ചെയ്യുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു ജോബ് ഹണ്ടിങ് സ്ട്രാറ്റജിയെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് കരിയർ ആക്സിലേറ്റർ പ്രോഗ്രാമിൻ്റെ മെൻറ്റേഴ്സ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് പ്ലഗറിസവും കൊല്യൂഷനെ പറ്റി സംസാരിക്കണം. കാരണം ChatGPT ഉപയോഗിച്ചും ഒക്കെ അസൈൻമെൻറ്റുകൾ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അസൈൻമെൻറ്റുകൾ കറക്റ്റ് നിലവാരത്തിൽ സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് നഷ്ടപ്പെടാം. അപ്പോൾ ഒരുപാട് പാർട്ട് ടൈം ജോലിക്ക് പിന്നാലെ പോയി ചിലപ്പോൾ പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ നിങ്ങളൊരു സബ്ജക്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ സപ്ലിമെൻ്ററി ഫീസ് കിട്ടി ആ സബ്ജക്റ്റ് എഴുതാമെന്ന് വിചാരിക്കരുത്. ആ സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഫീസ് നിങ്ങൾക്ക് വീണ്ടും കെട്ടിവെക്കേണ്ടി വരും, വിച്ച് ഈസ് എ ഗ്രേറ്റ് കോസ്റ്റ്. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്ലഗറിസത്തെ പറ്റി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രീ ഡിപ്പാർച്ചറിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ക്രിയേഷൻ. നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ക്രിയേഷൻ യൂണിവേഴ്സിറ്റിയുടേത് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇമെയിൽ ID ഉണ്ടാവും, സ്റ്റുഡൻറ്റ് ഇമെയിൽ ID, അത് ആക്സസ് ചെയ്യുക. സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ക്രിയേഷൻ ഇതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഇമെയിലായിട്ട് യൂണിവേഴ്സിറ്റി അയക്കുന്നുണ്ടാവും. ഇത് സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഇതിനെപ്പറ്റിയും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പ്രീ ഡിപ്പാർച്ചർ വെബിനാറിൽ കവർ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് കരിയർ പേജ്. യൂണിവേഴ്സിറ്റിയുടെ കരിയർ പേജ് യൂട്ടിലൈസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം പല എംപ്ലോയേഴ്സും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ ജോലിക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. യൂണിവേഴ്സിറ്റിയുടെ തന്നെ കരിയർ പേജിൽ ഇങ്ങനെയുള്ള ജോബ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതിനെ ആക്സസ് ചെയ്യുന്നതിനെ പറ്റിയും നമ്മൾ പ്രീ ഡിപ്പാർച്ചറിൽ സംസാരിക്കും. നിങ്ങളുടെ എല്ലാവിധ ക്വസ്റ്റ്യൻസിനും ഡൗട്ട്സിനെല്ലാം നമ്മൾ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രീ ഡിപ്പാർച്ചർ വെബിനാർ ഹാപ്പനിങ് ദിസ് കമ്മിങ് ഫ്രൈഡേ 10 o'clock ഇന്ത്യൻ ടൈം. അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യേണ്ടവർക്കെല്ലാം ചെയ്യേണ്ടത് എൻ്റെ ഓസ്ട്രേലിയ കമ്മ്യൂണിറ്റിയിൽ മെമ്പറായാൽ മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ട് വാട്സാപ്പിൽ നമ്മൾ ഈ പ്രീ ഡിപ്പാർച്ചർ മീറ്റിങ്ങിലേക്കുള്ള ഇൻവിറ്റേഷൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് ജസ്മിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ്. ബി പാർട്ട് ഓഫ് എൻ്റെ ഓസ്ട്രേലിയ കമ്മ്യൂണിറ്റി.